എന്റെ ആശാനെ ഏതെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു വ്യക്തികള് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകള് എന്തെങ്കിലും ചെയ്തെങ്കിൽ ഇസ്ലാമിന്റെ ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണെന്ന് പറഞ്ഞത് ആരാണ്? അത് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ തള്ളൂ? അത് നിങ്ങൾ തള്ളൂ? അത് നമ്മൾ തള്ളത്തില്ല. അതെന്താ തള്ളാത്ത? അപ്പൊ ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണോ അല്ലേ? അത് ഔഷധമാണെന്നുള്ളത് സയന്റിഫിക് ഔഷധമാണോ അല്ലേ? നിങ്ങൾ ആദ്യം പറയും. സയൻസ് ഒക്കെ അവിടെ പോകും. സയൻസ് ഒക്കെ അത് മണ്ണാങ്കട്ടയാണ്, ഉടായ്പാണെന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയും അത് ഔഷധമാണോ അല്ലേ? അത് എനിക്കറിയില്ല. അത് അറിയില്ല. നിങ്ങൾ നബി പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കണത്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇതൊന്നും അല്ല പ്രശ്നം. നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? നബി പറഞ്ഞല്ല നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ ഒട്ടകമൂത്രം ഔഷധമാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നബി അംഗീകരിക്കേണ്ടി വരും. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ കുഴപ്പം. അപ്പൊ നിങ്ങളും ഈ ചാണക സംഖ്യകളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഇതിൽ ചാണക സംഖ്യകൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ ഗോമൂത്രം കുടിക്കുന്നത് പ്രശ്നമാണെന്ന് പറയുന്നത് നിങ്ങൾ, ഒട്ടകമൂത്രം ഔഷധമാണെന്ന് പറയുമ്പോ നിങ്ങളും അവർ തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? അത് പറയൂ. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ എന്താ പ്രശ്നം? ഇപ്പൊ തീവ്രവാദം പറയാൻ പാടില്ല, വഖഫിന്റെ പ്രശ്നം പറയാൻ പാടില്ല, യൂണിഫോം സിവിൽ കോഡ് പറയാൻ പാടില്ല, അതല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പറയാൻ പാടില്ല, കുട്ടികൾ നേരിടുന്ന മദ്രസ പീഡനം പറയാൻ പാടില്ല. ഞാൻ എന്താ പറയണ്ടത്? അത് പറയൂ.